ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു കുട്ടി കർഷകയുടെ വീഡിയോ. ആ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്തു. അവൾ അതിനകത്ത് അവളുടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ലേഡി സൂപ്പർ സ്റ്റാർ ഇന്ന് അവളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിൻസി ചേച്ചിയാണ്. അപ്പൊ അത് അവൾക്ക് ഒരു സർപ്രൈസ് ആണ്. അവളോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരാളവിടെ എത്തുന്ന കാര്യം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ പോവാം. ആരും പറഞ്ഞില്ല. സന്തോഷമായോ? എനിക്ക് അതിലും വലിയ സന്തോഷമായി. എന്നാ ബിൻസിന്റെ കാണണം തോന്നാൻ കാര്യം സ്ട്രോബെറി ചെയ്തു കേട്ടോ. കൊച്ചിനൊരു സ്ട്രോബെറി കൊണ്ടുവരാനും പറ്റിയില്ല. പറഞ്ഞല്ലേ? എന്നാ പറയണോന്ന് അറിയാമോ? അതെ 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 അതെ, ഭയങ്കര വായാടിയാണുള്ളത് എന്നെ പോലെ അല്ലേ? അതെ അതെ അതെ. ഇങ്ങനൊക്കെ തന്നെയാണോ ബിൻസിന്റെ? ഈ ബിൻസിന്റെ ആണോ കാണാൻ ഉദ്ദേശിച്ചേ? ആണോ? ഇങ്ങനെയാണോ ഉദ്ദേശിച്ച പോലൊക്കെയാണോ ഇരിക്കുന്നത്? അതെ, എത്ര ഗ്ലാമർ ഉണ്ടോ? ഗ്ലാമർ കൂടുതലുണ്ടോ? അറിയണ്ട. ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് ചെല്ലണമെങ്കിലും കുഴപ്പമില്ല. അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. എവിടെയാണ് ഒരുങ്ങിയിരിക്കുന്നത്? അതെനിക്ക് മറ്റേ ഡാൻസ് കളിച്ച സമ്മാനം മേടിക്കും. ആണോ? ഡാൻസ് ഒക്കെ കളിക്കുവോ? പിന്നെ ഭയങ്കര ഡാൻസർ ആണോ? ചെറുപ്പം മിത്രവിന്ദ മിത്രവിന്ദ നികർത്തി. പാർക്കുട്ടിക്ക് എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. സ്ട്രോബെറി തൈക്ക് ഞാൻ നഴ്സറിയിൽ ഒന്നും പോയിട്ട് കിട്ടിയില്ല. അപ്പൊ തൈയൊക്കെ ആകുമ്പോ അയച്ചു തരാം. ഇപ്പൊ പാർക്കുട്ടിക്ക് കുഞ്ഞൊരു സമ്മാനം തരാം. കുഞ്ഞൊരു സമ്മാനം. അതെ അല്ല, മാറേണ്ടി വരും. നീ ഇത്ര ഞാനവർക്ക് വിളിച്ചിട്ടൊക്കെ കാണുന്ന. നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ നോക്കി. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറുത് അല്ലെ വലുതാണേ നമുക്ക് വേറെ മാറി മേടിക്കാം. വലുതാണോടി? അല്ല, എന്നാ അത് ഊരിട്ട് കിട്ടാലോ. ഇതിടാ. കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവളെയല്ലേ അറിയത്തുള്ളൂ. വിൻസെന്റിന്റെ വീഡിയോ കാണുമ്പോ എന്നാ തോന്നുന്നേ? വലിയ രസമൊന്നുമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇല്ല. അന്നേരം പിന്നെ അങ്ങനെ ഞാനെപ്പോഴും ഓർക്കും, ഈ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേർക്കാ കൂടുതൽ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ കൂടുതൽ കാണുന്നത്. ഞാൻ ഓർക്കും, ഈ പിള്ളേർക്കൊക്കെ നമ്മളെ കാണുമ്പോ എങ്ങനെ, ആദ്യമൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല നമ്മളെ കണ്ടിട്ടാണ് ഇത് പിള്ളേർക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മുടെ വീഡിയോയിൽ ഒന്നും ഇല്ല. കുറച്ച് കൃഷിയും നമ്മളുടെ ജീവിതവും കുറച്ച് തലക്കെട്ടും ഷർട്ടും നൈറ്റി അല്ലാതെ അല്ലേ? പിന്നെ എന്നാ ഇഷ്ടം തോന്നുന്നേ? അതെ അതെ. ഉടുപ്പ് ഇഷ്ടമായോ? എടി നീ കിളിയിലെ വർത്താനം പറയുന്നൊക്കെ പറഞ്ഞോണ്ട ചേട്ടാ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് നീ ഒന്നും കണ്ടെന്നില്ലല്ലോ. അതെ അതെ. നിന്നോട് പറഞ്ഞില്ലല്ലേ ഇവരെയും? പറഞ്ഞില്ലേ? അല്ല, ഇവളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിൻസെന്റ് വരുമൊന്നും വേണ്ട, വിൻസെന്റിക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദേ നമ്മുടെ പാർക്കുട്ടന്റെ വീടാണിത്. അതുപോലെ തന്നെ പാർക്കുട്ടന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലമാണിത്. ഇതല്ലാതെ പുറത്ത് വേറെ ഉണ്ട്. ഇത് പാർക്കുട്ടൻ, ഇത് പാർക്കുട്ടന്റെ അമ്മ, അച്ഛൻ, പിന്നെ ചേച്ചി. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. പാർക്കുട്ട പറ. ഞാനാണോ പറയണ്ടേ? വിൻസെന്റ് കണ്ടിട്ട് എന്താ എങ്ങനെയുണ്ടെന്ന് പറ. അന്ന് വലിയ ഹോരോ ഒക്കെ പറയുന്ന കേട്ടായിരുന്നല്ലോ.
ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടൊന്നുമില്ല. ആ പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു. കളങ്കമായ മറുപടി. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്നാ തോന്നുന്നേ? കണ്ടിട്ട് ഏ. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അല്ല ഇപ്പൊ വീഡിയോ കാണുമ്പോഴും അല്ലാതെ കാണുമ്പോഴും തമ്മിൽ എന്നാ വ്യത്യാസം? നല്ല വ്യത്യാസമുണ്ട്. എന്നാ പറ. അത് വീഡിയോയില് ഷർട്ടൊക്കെ ഇട്ട് നൈറ്റിയൊക്കെ ഇട്ട് ഒരു കൃഷിക്കാരിയെ പോലെ അല്ലേ? ആയിരിക്കും. പക്ഷെ ഉം. പുറത്ത് ആ ശരിക്കും കാണുമ്പോ ആരും രീതിയില്ല. പാറക്കൂട്ടന് ഇപ്പൊ ഞാൻ വരുമ്പോ എങ്ങനായിരിക്കും വരുന്നതെന്നായിരിക്കും വിചാരിച്ചത്? അത് ഇവരെല്ലാരും എന്നോട് പറയുമായിരിക്കും. അങ്ങനല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് കൃഷിസ്ഥലത്തിടുന്ന ഡ്രസ്സിൽ വരാൻ പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ അത് തന്നെ ആക്കണോ? മറ്റേ ബോബി ചെമ്മണ്ണൂരും മറ്റേ ഇത് കൂട്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഞാനതങ്ങൊരു ബ്രാൻഡ് ആക്കിയാലോ? അപ്പൊ നമുക്കിനി പാറക്കുട്ടന്റെ മറ്റേ കൃഷിസ്ഥലത്തോട്ട് പോകാം. മുളക്, ഇതിന്റെ പൂവ്, ഇതിന്റെ പാവല്. പാറക്കുട്ടന്റെ കൃഷികളാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ സൈഡിലായിട്ട് മത്തൻ ചെയ്തിട്ടുണ്ട്, വഴുതന ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വാ കൃഷിയിലായിട്ട് പോവാം. ശരി. അതെ, ഇതൊക്കെ നമ്മുടെ പാറക്കുട്ടന്റെ കൃഷി. മുളകാണ്, സിറമുളക്, അതുപോലെ തന്നെ പാവല്, എല്ലാ സാധനവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടാതെ പോകുന്ന ചില സമയങ്ങളുണ്ട്. അങ്ങനെ ഒരു സമയമാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ എക്സ്പ്രഷനൊക്കെ വെച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ. രഞ്ജിത്തിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം രഞ്ജിത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പാറക്കുട്ടി നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ടെന്നും നമ്മളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും, മാത്രമല്ല നമ്മൾ ഒരുപാട് പേര് ആഗ്രഹം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ കാണണമെന്ന്. പക്ഷെ ഒരു ഇടുക്കിയിലുള്ള ഒരു സാധാരണ കൃഷിക്കാരിയായ എന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം പാറക്കുട്ടി പറഞ്ഞപ്പോൾ ശരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോ പാറക്കുട്ടിയെ കാണാനും പാറക്കുട്ടിയുടെ കൃഷിസ്ഥലം കാണാനും ഒക്കെ വന്നതാണ്. എല്ലാം കണ്ടു, ഒരുപാട് സന്തോഷം. പാറക്കുട്ടിക്കും രഞ്ജിത്തിനും പാറക്കുട്ടിയുടെ കുടുംബത്തിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. വേണ്ടല്ലേ, സ്നേഹം. മത്തങ്ങ ചവിട്ടരുത്. ഇത് വേണ്ട, വലിയ മത്തം വേണ്ട. അപ്പൊ നമ്മുടെ പാറക്കുട്ടന്റെ കൃഷിസ്ഥലമാണിത്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. അഭിമാനത്തിന്റെ കൂടെ ശരിക്കും പറഞ്ഞ നല്ല കൃഷിക്കാരെ കാണാൻ പോകുമ്പോ എനിക്ക് ചെറിയൊരു നാണക്കേടും തോന്നാറുണ്ട്. കാരണം ഇത് നിങ്ങൾ വളർത്തി ഒരു വലിയ കൃഷിക്കാരിയായ ആളാ. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ കാണുമ്പം ഒന്നും അല്ല എന്ന് തോന്നുന്ന ഒരു അവസരമാണ് കൃഷിക്കാരെ കാണുമ്പോഴൊക്കെ. എന്തായാലും പാറക്കുട്ടന്റെ പേരെന്താ? മിത്രവിന്ദ. നല്ല പേര്. മിത്രവിന്ദ ഏതോ സിനിമയിലുള്ള പേരല്ലേ? ഏതാടി? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയിലുള്ള ഒരു പേര്. എന്തായാലും പാറക്കുട്ടന്റെ പേര് മിത്രവിന്ദ എന്നാണ്. ഒരുപാട് സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ പാറക്കുട്ടന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം, വരണം കാണണമെന്നൊക്കെ. അപ്പൊ വന്നു, കണ്ടു, എല്ലാരെയും കണ്ടു. സന്തോഷം. എനിക്ക് ഭയങ്കര എന്നാന്നറിയോ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് എനിക്കിങ്ങനെ സങ്കടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്റെ തൊണ്ടക്കുള്ളിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു 2-3 മാസം വരെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതേ സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോ നമ്മൾ കഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് എന്തായാലും വലിയൊരു ഉയർച്ച ഉണ്ടാവും കേട്ടോ. കാരണം അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മള് എന്തായാലും അതുണ്ടാവും അല്ലേ പാറക്കുട്ട? പാറക്കുട്ടൻ മുഖാന്തരമൊക്കെ ആയിരിക്കും ചിലപ്പോ അത്, അല്ലേ? ഹായ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ പ്രിയപ്പെട്ട 2 കർഷകരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിൻസി ചേച്ചി എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, കൃഷി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരാളാണ് ബിൻസി ചേച്ചി. ബിൻസി ചേച്ചിയുടെ ഏറ്റവും വലിയ ആരാധികയാണ് ഈ നിൽക്കുന്ന പാറക്കുട്ടൻ. അപ്പൊ പാറക്കുട്ടന്റെ ആ ഒരു ഇഷ്ടപ്രകാരം ഈ ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ, അവിടെ നിന്ന് ഇതിവിടെ യാത്ര ചെയ്ത് വന്ന ചേച്ചിക്ക് എല്ലാ വിധത്തിലുള്ള ഒരു നന്ദിയും അറിയിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പാറക്കുട്ടനെ ബിൻസി ചേച്ചിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക.